യുദ്ധങ്ങൾ മനുഷ്യ ചരിത്രത്തിൽ രൂപപ്പെടുത്തുന്ന മാറ്റങ്ങൾ പലപ്പോഴും നാം വിചാരിക്കുന്നതിനും വളരെ വലുതാണ്. യുദ്ധം ബാക്കി വയ്ക്കുന്ന ആശങ്കകളും പ്രതിസന്ധികളും കാലങ്ങൾ കഴിഞ്ഞാലും മായുന്നില്ല. അവ മനുഷ്യ മനസ്സുകൾ രൂപപ്പെടുത്തുന്ന മുറിവുകൾ ഉണങ്ങുവാൻ ലോകം പലപ്പോഴും ഒരുപാട് കാലം പിന്നെയും സഞ്ചരിക്കേണ്ടി വരുന്നു. യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചിട്ടും കീഴടങ്ങാൻ തയ്യാറാകാതെ പോരാട്ടം തുടർന്ന ഒരു കൂട്ടം സൈനികരുടെ കഥയാണ് ഇന്ന് ബാക്ക് സ്റ്റോറിയിൽ. ഏവർക്കും സ്വാഗതം. രണ്ടാം ലോക മഹായുദ്ധം 1945 സെപ്റ്റംബർ മാസം 2 ജപ്പാൻ സഖ്യകക്ഷികൾക്ക് മുമ്പിൽ ഔദ്യോഗികമായി കീഴടങ്ങുന്നതോടെ അവസാനിക്കുകയുണ്ടായി. എന്നാൽ പസഫിക് സമുദ്രത്തിലെയും തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും ഉൾക്കാടുകളിൽ ഒറ്റപ്പെട്ടു പോയ ആയിരക്കണക്കിന് ജാപ്പനീസ് സൈനികർ തങ്ങളുടെ രാജ്യം പരാജയപ്പെട്ട വിവരം അറിഞ്ഞിരുന്നില്ല. തകർന്നടിഞ്ഞ ആശയവിനിമയ സംവിധാനങ്ങളും റേഡിയോകളുടെ അഭാവവും കാരണം തങ്ങളുടെ കമാൻഡർമാരുമായി ബന്ധപ്പെടാൻ ആ സമയത്ത് അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ലോകം സമാധാനത്തിലേക്ക് വഴിമാറിയപ്പോഴേക്കും ഈ മനുഷ്യർ തങ്ങൾ ഇപ്പോഴും യുദ്ധത്തിലാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും സമാധാന വാർത്തകളെല്ലാം ശത്രുക്കളുടെ വെറും വ്യാജ പ്രചാരണങ്ങൾ മാത്രമാണെന്ന് കരുതി തള്ളിക്കളയുകയും ചെയ്തു. ഈ സൈനികരുടെ പതിറ്റാണ്ടുകൾ നീണ്ട പ്രതിരോധത്തിന് പിന്നിൽ ജാപ്പനീസ് സൈന്യത്തിൻ്റെ കഠിനമായ അച്ചടക്കവും സാംസ്കാരികമായ സ്വാധീനവും ഉണ്ടായിരുന്നു. ജാപ്പനീസ് സൈന്യത്തെ നയിച്ചിരുന്ന ബുഷിഡോ തത്വങ്ങൾ പ്രകാരം ശത്രുവിന് മുമ്പിൽ കീഴടങ്ങുന്നത് സ്വന്തം കുടുംബത്തിനും രാജ്യത്തിനും ചക്രവർത്തിക്കും വരുത്തിവെക്കുന്ന ഏറ്റവും വലിയ അപമാനമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. ജീവനോടെ പിടിക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് മരണം അല്ലെങ്കിൽ ആത്മഹത്യയാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. യുദ്ധം അവസാനിച്ചുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിമാനങ്ങളിൽ നിന്നും കാടുകളിലേക്ക് ദശലക്ഷക്കണക്കിന് ലഘുലേഖകളും പത്രങ്ങളും സൈനികരുടെ കുടുംബ ചിത്രങ്ങളും സഖ്യകക്ഷികൾ വിതരണം ചെയ്തപ്പോൾ അത് തങ്ങളെ കെണിയിൽ വീഴ്ത്തുവാനുള്ള തന്ത്രമാണെന്നാണ് ഒറ്റപ്പെട്ടു പോയ ഈ ജാപ്പനീസ് സൈന്യം കരുതിയത്. അതിലെ അക്ഷരത്തെറ്റുകളും ആധുനിക പദപ്രയോഗങ്ങളും ചൂണ്ടിക്കാണിച്ച് ഇതെല്ലാം അമേരിക്കക്കാർ ഉണ്ടാക്കിയ വ്യാജരേഖകളാണ് എന്നവർ ഉറപ്പിച്ചു. കൂടാതെ ഇവരിൽ പലരും സാധാരണ പടയാളികളായിരുന്നില്ല, മറിച്ച് ശത്രുക്കളെ ഒളിച്ചിരുന്ന് ആക്രമിക്കാൻ പ്രത്യേകം പരിശീലനം ലഭിച്ച ഗറില്ല സൈനികരായിരുന്നു. പ്രധാന സൈന്യം തങ്ങളെ രക്ഷിക്കുവാൻ തിരിച്ചു വരുന്നതുവരെ പോരാടണമെന്നായിരുന്നു അവർക്ക് ജാപ്പനീസ് സൈനിക ക്യാമ്പുകളിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് ലഭിച്ച അവസാന ഉത്തരവ്. ജപ്പാൻ പരാജയപ്പെട്ട വിവരം അറിഞ്ഞിരുന്നില്ല എന്നു മാത്രമല്ല, അത് വിശ്വസിക്കാൻ അവർ തയ്യാറായിരുന്നുമില്ല എന്നതാണ് സത്യം. ഈ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഗ്വാം ദ്വീപുകളിലെ കാടുകളിൽ ഏകദേശം 28 വർഷത്തോളം ഒളിച്ചു താമസിച്ച സാർജന്റ് ഷുയിച്ചി യാക്കോയുടെ കഥ. ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകർ മരണപ്പെട്ടതോടെ അവസാന 8 വർഷം യാക്കോയും പൂർണ്ണമായും ഒറ്റപ്പെട്ടായിരുന്നു ജീവിച്ചത്. ആരും തന്നെ കാണാതിരിക്കാൻ അദ്ദേഹം മുളങ്കാടുകൾക്കുള്ളിൽ വലിയൊരു ഗുഹ സ്വയം കുഴിച്ചെടുത്തു. രാത്രികാലങ്ങളിൽ മാത്രം ഗുഹയ്ക്ക് പുറത്തിറങ്ങി തവളകളെയും പാമ്പുകളെയും എലികളെയും പിടിച്ച് വിശപ്പടക്കി. മരത്തിൻ്റെ തൊലികളിൽ നിന്നും നൂലുകൾ ഉണ്ടാക്കി സ്വന്തമായി വസ്ത്രങ്ങൾ നെയ്തെടുത്തു. ഒടുവിൽ 1972 ജനുവരി മാസത്ത് 2 പ്രാദേശിക മീൻപിടുത്തക്കാരാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. വർഷങ്ങൾക്ക് ശേഷം ജപ്പാനിൽ തിരിച്ചെത്തിയ യാക്കോയി ജനക്കൂട്ടത്തോട് പറഞ്ഞത് ജീവനോടെ മടങ്ങി വരേണ്ടി വന്നതിൽ ഞാൻ അങ്ങേയറ്റം ലജ്ജിക്കുന്നു എന്നായിരുന്നു. മറ്റൊരു സമാനതകളില്ലാത്ത പോരാളിയായിരുന്നു ഫിലിപ്പീൻസിലെ ലുബാങ് ദ്വീപിൽ 29 വർഷം യുദ്ധം ചെയ്ത ലഫ്റ്റനന്റ് ഹീരു ഒനോഡ. ഒരു ഇൻ്റലിജൻസ് ഓഫീസറായിരുന്ന ഒനോഡ തൻ്റെ റൈഫിളുകളും വെടിയുണ്ടകളും കൃത്യമായി പരിപാലിക്കുകയും മലനിരകളിൽ ഗറില്ല യുദ്ധം തുടരുകയും ചെയ്തു. യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച ഒനോഡയുടെ സംഘം പ്രാദേശിക പോലീസുകാരുമായും കർഷകരുമായും പലതവണ ഏറ്റുമുട്ടുകയും പലരെയും വധിക്കുകയും ചെയ്തു. തൻ്റെ സഹോദരൻ അയച്ച കത്തുകളും ജപ്പാൻ കൈവരിച്ച പുരോഗതിയുടെ പുതിയ വാർത്തകളും അദ്ദേഹം ഒരു കാലത്തും വിശ്വസിച്ചില്ല. ഒടുവിൽ നോറിയോ സുസുക്കി എന്ന യുവ ജാപ്പനീസ് സഞ്ചാരി കാട്ടിൽ വെച്ച് ഒനോഡയെ കണ്ടെത്തുകയുണ്ടായി. നാട്ടിലേക്ക് മടങ്ങാൻ പറഞ്ഞ സുസുക്കിയോട് തൻ്റെ പഴയ കമാൻഡർ നേരിട്ട് വന്ന് ഉത്തരവിട്ടാൽ മാത്രമേ താൻ ആയുധം താഴെ വയ്ക്കൂ എന്ന് ഒനോഡ ശാഠ്യം പിടിച്ചു. സുസുക്കി ജപ്പാനിൽ തിരിച്ചെത്തി ഒനോഡയുടെ പഴയ കമാൻഡറെ കണ്ടെത്തുകയും
അദ്ദേഹത്തെ ഫിലിപ്പീൻസിൽ എത്തിക്കുകയും ചെയ്തു. ഒടുവിൽ പഴയ സൈനിക യൂണിഫോം ധരിച്ചെത്തിയ കമാൻഡർ ഒനോഡയെ ചുമതലകളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് വായിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം കീഴടങ്ങാൻ തയ്യാറായത്. കീഴടങ്ങിയ ഒനോഡ തൻ്റെ പാരമ്പര്യ വാൾ ഫിലിപ്പീൻസ് പ്രസിഡന്റിന് കൈമാറുകയും ചെയ്തു. ഒനോഡ മടങ്ങിയെത്തി മാസങ്ങൾക്ക് ശേഷം ഇന്തോനേഷ്യയിലെ മൊറോട്ടോയ് ദ്വീപിൽ നിന്നും തരുഗോ നക്കാമുറ എന്ന സൈനികനെ കൂടി കണ്ടെത്തുകയുണ്ടായി. തായ്വാനിൽ ജനിച്ച അദ്ദേഹം ജാപ്പനീസ് സൈന്യത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളായിരുന്നു. ഒനോഡയെ പോലെ ആക്രമണങ്ങൾ നടത്തുന്നതിന് പകരം നക്കാമുറ കാട്ടിനുള്ളിൽ ചെറിയൊരു മൺകുടിൽ കെട്ടി പൂർണ്ണമായും ഒറ്റപ്പെട്ടാണ് ജീവിച്ചത്. ചന്ദ്രൻ്റെ ചലനങ്ങൾ നോക്കിയാണ് അദ്ദേഹം സമയം കണക്കാക്കിയിരുന്നത്. ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ അവസാനത്തെ ജാപ്പനീസ് ഹോൾഡ് ഔട്ട് ഇദ്ദേഹമായിരുന്നു. വ്യക്തിഗത സൈനികർ മാത്രമല്ല, ചില ദ്വീപുകളിൽ സൈനികരുടെ മുഴുവൻ ഗ്രൂപ്പുകളും ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അനാഥഹാൻ ദ്വീപിൽ 30ഓളം സൈനികർ വർഷങ്ങളോളം ഇത്തരത്തിൽ കഴിഞ്ഞുകൂടി. അവിടെയുണ്ടായിരുന്ന ഏക സ്ത്രീക്ക് വേണ്ടിയുള്ള തർക്കങ്ങളും മദ്യപാനവും കാരണം അവർ പരസ്പരം കൊന്നൊടുക്കുന്ന അവസ്ഥ വരെയുണ്ടായി. 1970കളിൽ ഈ സൈനികർ ജപ്പാനിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു ടൈം മെഷീനിൽ കയറി ഭാവിയിലേക്ക് നടന്നു പോയതുപോലെയുള്ള അനുഭവമാണ് അവർക്കുണ്ടായത്. അവർ യുദ്ധത്തിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ദാരിദ്ര്യവും ബോംബാക്രമണങ്ങളും നിറഞ്ഞതായിരുന്നു അവരുടെ മാതൃരാജ്യമായ ജപ്പാൻ. എന്നാൽ അവർ തിരിച്ചെത്തിയതാകട്ടെ ആകാശമുട്ടയുള്ള കെട്ടിടങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും നിറഞ്ഞ ഒരു പസഫിക് സാമ്പത്തിക ശക്തിയിലേക്കുമായിരുന്നു. ഈ പുതിയ ലോകവുമായി പൊരുത്തപ്പെടുവാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. തങ്ങളുടെ യൗവനവും ആരോഗ്യവും സുഹൃത്തുക്കളെയും ബലി നൽകി സംരക്ഷിക്കാൻ ശ്രമിച്ച ആ പഴയ ജാപ്പനീസ് സാമ്രാജ്യം ഇപ്പോൾ നിലവിലില്ല എന്ന കടുത്ത യാഥാർത്ഥ്യം അവരെ മാനസികമായി തളർത്തിക്കളഞ്ഞു. ചരിത്രത്തിൽ ഇനി ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത അപൂർവമായ സമർപ്പണത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രതീകങ്ങളായിരുന്നു ഈ മനുഷ്യർ. എന്തായിരിക്കും കീഴടങ്ങാത്ത ഈ മനുഷ്യരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത്? പ്രതീക്ഷകളോ അതോ സൈനിക കമാൻഡിൽ നിന്നും ലഭിച്ച കല്ലേൽ പിളർക്കുന്ന കൽപ്പനകളോ? നിങ്ങൾ എന്ത് കരുതുന്നു? കമൻറ്റ് ചെയ്യൂ.